അരുണും പ്രേമയും ലവ് മാരേജ് കഴിച്ചതാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു മാസങ്ങളായതേ ഉള്ളൂ. സുമനും മധുവിനും പ്രേമയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേമയുടെ അച്ഛൻ റോട്ടിൽ ചാറ്റ് കട വച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ എപ്പോഴും അവളെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ എത്തിയോ മഹാറാണി? വരുന്നത് കണ്ടാൽ വലിയ എന്തോ രാജകുമാരിയെ പോലെയുണ്ട്. പ്രേമ ഇവർ സംസാരിക്കുന്നത് ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. പ്രേമയുടെ ഭർത്താവ് അരുൺ ഒരു നല്ല മനുഷ്യനാണ്. അവന്റെ ശമ്പളം വളരെ കുറവാണ്. ഈ മാസത്തിന്റെ ശമ്പളമാണ്. ഞാൻ എത്ര ദിവസമായി നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഒരു നല്ല ജോലി നോക്കാനായിട്ട്. ഇത്രയും കുറഞ്ഞ ശമ്പളം വെച്ച് എങ്ങനെയാ വീട് നടത്തുന്നത്? ഇവിടെ നോക്ക്, നിന്റെ കൊച്ചനുജത്തി നിന്നെക്കാളും ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. നല്ല കാര്യല്ലേ ബേ, അവൾ പഠിച്ചിട്ടുണ്ട്. നീയും പഠിക്കാമായിരുന്നില്ലേ? കുറഞ്ഞത് ഞാൻ പറയുന്ന പെണ്ണിനെങ്കിലും നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കഷ്ടവും ഉണ്ടാകില്ലായിരുന്നു. അമ്മേ, ഇപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. ചേട്ടൻ അദ്ദേഹത്തിന്റെ ജോലി കളഞ്ഞിട്ട് റോട്ടിൽ ദഹിബല്ലി വിറ്റാൽ നന്നായിരിക്കും. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാതെ അവളോട് ദേഷ്യപ്പെടുന്നത്? നിന്റെ ശമ്പളം കുറവായതുകൊണ്ട് നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്? ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യ പ്രേമയെ ചെന്ന് നീ ദേഷ്യപ്പെട്. നിങ്ങൾ രണ്ടുപേരെടുത്ത് സംസാരിക്കുന്നത് വേസ്റ്റ് ആണ്. പിന്നീട് അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. ഇത് ദിവസവും നടക്കുന്ന സംഭവമാണ്. ദിവസവും സോണയും മധുവും പ്രേമയെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന് ശേഷം നമ്മൾ ഇവിടെ നിൽക്കാനേ പാടില്ല. നമ്മൾ എവിടേക്ക് പോകാനാ? എങ്ങോട്ട് വേണമെങ്കിലും പോവാം, പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. ഈ അമ്മയും മോള് നമ്മൾ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല മോളെ. അന്ന് തന്നെ പ്രേമയും വരുണും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. അവർ രണ്ടുപേരും നേരെ പ്രേമയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് പ്രേമ അവളുടെ അച്ഛനോടും അമ്മയോടും നടന്നതൊക്കെ പറഞ്ഞു. മോനെ, നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ജീവിക്കാം. ഇല്ല പാപ്പ, നാട്ടുകാരൊക്കെ നമ്മൾ ഇതൊക്കെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. അവര് സംസാരിക്കാണ്, സംസാരിച്ചോട്ടെ. അവര് സംസാരിക്കുന്നൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. പക്ഷേ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ കഷ്ടം ഉണ്ടാവാൻ പാടില്ല ബാബ. സ്വന്തം കുട്ടികളെ നോക്കുന്നത് ആർക്കെങ്കിലും കഷ്ടമായിട്ട് തോന്നുമോ? കുറച്ചു ദിവസം നിങ്ങൾ ഇവിടെ താമസിച്ചാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മോളോടൊപ്പം താമസിച്ചതുപോലെ ഇരിക്കും. അതുകൊണ്ട് കുറച്ചു ദിവസം ഞങ്ങൾക്കും സന്തോഷമായിരിക്കാം മോനെ. ശരി. അരുൺ അവിടെ താമസിക്കാൻ സമ്മതം പറഞ്ഞു. അരുൺ ദിവസവും രാവിലെ 8 മണിക്ക് ജോലിക്ക് തിരിക്കും. പിന്നീട് വൈകുന്നേരം 6 മണിക്ക് അവൻ തിരിച്ചു വീട്ടിലെത്തും. വീട്ടിൽ വന്നതിന് ശേഷം അവന്റെ അമ്മായിയമ്മയോടും അച്ഛനോടും സംസാരിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ സന്തോഷത്തോടെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അരുൺ സങ്കടത്തോടെ വീട്ടിലേക്ക് വന്നു. എന്തുപറ്റി? എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? എന്ത് പറയാനാ, എന്റെ കമ്പനി ഇതിനെ അവര് മൂടി. എന്താ എന്താ പെട്ടെന്ന് ഇങ്ങനെ? കമ്പനി തന്നെ ലോസ് ആയി പോയി. അതുകൊണ്ട് ഇന്നലെ രാത്രി അവർ കമ്പനിയും മൂടി. ശരി മോനെ, ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോന്ന്? നിങ്ങൾ വിഷമിക്കേണ്ട, തീർച്ചയായും നിങ്ങൾക്ക് വേറൊരു നല്ല ജോലി കിട്ടും. അരുൺ വിഷമത്തോടെ ഇരുന്നു. അല്ലെങ്കിലും അവന് ഭാര്യയുടെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ അവന്റെ ജോലിയും പോയതിനു ശേഷം അവനൊരു ശല്യമായതുപോലെ അവന് തോന്നി. അടുത്ത ദിവസം രാവിലെ അരുൺ ജോലി തിരക്കാനായി അവിടെ നിന്നും പുറപ്പെട്ടു. അവൻ ഒരുപാട് കടകളിലേക്ക് ചെന്നു, പക്ഷെ എവിടെയും അവന് ജോലി കിട്ടിയില്ല. അതുകൊണ്ട് അവൻ മാർക്കറ്റിലുള്ള കടകളിൽ ജോലി തിരക്കി. ജോലി വേണോ? എനിക്ക് ഈ പഠിച്ചവരൊക്കെ ജോലിക്ക് വേണ്ട, കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ് വേണ്ടത്. ഞാൻ ചെയ്തുള്ള ചേട്ടാ. ശരി, നീ നാളെ വാ. രാവിലെ 10 മണിക്ക് വന്നേക്കണം. ശമ്പളം നിനക്ക് 5000. അരുൺ അതിന് ശരിയെന്ന് സമ്മതിച്ചു. ഒന്നുമില്ലാതിരിക്കുന്നതിന് എന്തെങ്കിലും കിട്ടിയാൽ നല്ലതെന്ന് കരുതി. വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം അമ്മായിയമ്മയോടും അച്ഛനോടും എല്ലാം അവൻ പറഞ്ഞു. തെറ്റായിട്ട് വിചാരിച്ചെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ ബാബാ. നീ പുറത്തു പോയി ഈ കൂലി ജോലി ചെയ്യുന്ന പകരം എന്റെ കൂടെ ചേർന്ന് ദഹിബലി ചെയ്തൂടെ? പക്ഷേ ബാബാ, അത് എങ്ങനെയാണ്? മോനെ, അത് നമ്മളുടെ വീട്ടു വ്യാപാരമാണ്. നിനക്കത് ചെയ്യാൻ അറിയില്ല, പക്ഷേ പ്രേമയ്ക്ക് ചെയ്യാൻ അറിയാലോ. അവളത് വളരെ രുചിയോടെ തന്നെ നന്നായിട്ട് ചെയ്യും. ഈ ജോലി നീ കുറവായിട്ട് വിചാരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഈ ജോലി തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ ഉറപ്പായിട്ട് പറയാണ്, ഈ ജോലി നീ എടുത്താൽ നീ തീർച്ചയായിട്ടും ഉയർച്ചയോടെ വരും. അരുൺ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു. അച്ഛന്റെ ആലോചന വളരെ നന്നായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ചേർന്ന് ജോലി ചെയ്യാൻ പറ്റും. ശരി, ഞാൻ ഇപ്പോൾ ചെയ്തോളാം. അരുൺ അതിന് ശരിയെന്ന് സമ്മതിച്ചു. ആ ജോലി വളരെ ചെറിയ ജോലിയാണ്, പക്ഷെ എല്ലാരും എപ്പോഴും ഒന്നിച്ചിരിക്കാം. അടുത്ത ദിവസം രാവിലെ തന്നെ പ്രേമയും അവളുടെ അമ്മയും ദഹിബല്ലി ചെയ്യാൻ തുടങ്ങി. പിന്നെ അരുണും വിജേന്ദ്രയും ദഹിബല്ലി വിൽക്കാനായി അവിടെ നിന്നും പോയി. ദഹിബല്ലി, ദഹിബല്ലി.
ചൂടായ ദഹിബല്ലി. ആ ശബ്ദം കേട്ട് കുറെ കസ്റ്റമേഴ്സ് അവിടേക്ക് വന്നു. ഒരു പ്ലേറ്റ് നൽകൂ, അല്പം എരിവുള്ളതാകട്ടെ. ശരി ചേച്ചി. അരുൺ ദഹിബല്ലി പ്ലേറ്റിൽ വെച്ച് അതിന്റെ മേലിൽ തൈരും ചട്നിയും ഒഴിച്ച് അവർക്ക് നൽകി. വാവ് വാവ്, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ മറ്റു ചില കസ്റ്റമേഴ്സും ദഹിബല്ലി കഴിച്ചു. എല്ലാവർക്കും ആ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായി. അരുണും വിജേന്ദ്ര സിംഗും ചേർന്ന് 500 രൂപ സമ്പാദിച്ചു. അത് കണ്ട് അരുണിന് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെന്താ, അരുണും വിജേന്ദ്ര സിംഗും ചേർന്ന് ദിവസവും അവരുടെ ദഹിബല്ലി കട തുറക്കും. പിന്നീട് കസ്റ്റമേഴ്സ് വളരെ ആഗ്രഹത്തോടെ ദഹിബല്ലി കഴിക്കും. 1 മാസത്തിനകം തന്നെ അവർ രണ്ടുപേരും ഒരുപാട് കാശുണ്ടാക്കി. ഇത് കണ്ടില്ലേ പ്രഭ, എത്ര പൈസയാണ് ഞാൻ സമ്പാദിച്ചത്? ഇത് എന്റെ ശമ്പളത്തിനെക്കാട്ടും വില കൂടുതലാണ്. നല്ല കാര്യം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, നമ്മൾ എല്ലാരും ചേർന്നാൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. തീർച്ചയായും. അരുണും വിജേന്ദ്ര സിംഗും ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് ദഹിബല്ലി വിറ്റ് ഒരുപാട് കാശുണ്ടാക്കി. 1 വർഷത്തിനകം തന്നെ അരുൺ സ്വന്തമായൊരു വീട് വാങ്ങി. പിന്നെ അവൻ വിജേന്ദ്ര സിംഗിനോടൊപ്പം ചേർന്ന് മാർക്കറ്റിൽ സ്വന്തമായൊരു കടയും തുടങ്ങി. ഇപ്പോൾ അവർ രണ്ടുപേരും അവരുടെ സ്വന്തം കടയിൽ ദഹിബല്ലി വിൽക്കുകയായിരുന്നു. പിന്നെ അവർ മറ്റു ചില ആൾക്കാരെയും ജോലിക്കായി വെച്ചു. ഇതുവരെ കൂട്ടുകുടുംബത്തിന്റെ പലരും എന്താണെന്ന് എനിക്ക് അറിയാതെ പോയി. പക്ഷേ നിന്റെ അച്ഛനമ്മ എനിക്ക് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തന്നു. അവർ വളരെ നല്ലവരാണ്. പിന്നെ നിങ്ങളും തന്നെ. അപ്പോഴാണ് അവരുടെ വീട്ടിന്റെ കോളിംഗ് ബെൽ അടിച്ചത്. പ്രേമചന്ദ് കതകു തുറന്നു. അവിടെ നോക്കിയപ്പോൾ അവളുടെ അമ്മായിയമ്മയും അനിയത്തിയും നിൽപ്പുണ്ടായിരുന്നു. വരൂ വരൂ അമ്മേ, വരൂ, അകത്തേക്ക് വരൂ. പ്രേമയുടെ അമ്മയും അനിയത്തിയും അകത്തേക്ക് വന്നു. മോനെ, എന്നോട് ക്ഷമിക്കണേ മരുമകളെ. ഞങ്ങൾ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരോടും ദ്രോഹമാണ് ചെയ്തത്. ഞങ്ങളോട് ക്ഷമിക്കണേ മക്കളെ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളടുത്ത് പൈസ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒട്ടാ വേണ്ടി വന്നതാണോ? നിങ്ങൾക്ക് ഞാൻ മാപ്പേ തരില്ല. ഞാൻ കഷ്ടപ്പെടുമ്പോഴത് നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ നന്നായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഓടി ഇങ്ങോട്ട് വന്നതാണോ? അരുൺ തന്റെ അമ്മയെയും അനിയത്തെയും ഒരുപാട് ശാസിച്ചു. അവർ രണ്ടുപേരും സങ്കടത്തോടെ അവിടെ നിന്നും തിരിച്ചുപോയി. അരുൺ പറഞ്ഞത് ശരിയാണ്. ഒരു സമയത്ത് പ്രേമയും അരുണും വളരെ കഷ്ടത്തിലായിരുന്നു. പിന്നെ ദഹിബല്ലി വിറ്റതുകൊണ്ടാണ് അവരുടെ ജീവിതം നന്നായത്. അവരുടെ പ്രയത്നം വെറുതെയായില്ല. അരുണിന്റെയും പ്രേമയുടെയും കഷ്ടകാലം മാറിക്കഴിഞ്ഞു. ജയന്തിലാൽ ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിന് നഗരത്തിൽ ഒരുപാട് കടകളുണ്ട്. എല്ലാ കടകളിൽ നിന്നും അദ്ദേഹത്തിന് വാടക കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് നോക്ക് ഭവാനി, ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ ആ ഗാലിയായ സ്ഥലത്ത് ഒരു ഭക്ഷണമുള്ള കട പോലെ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ ആലോചന കൊള്ളാമല്ലോ. നമ്മൾ വേഗം തന്നെ ആരെങ്കിലും തേടിയേ പറ്റുള്ളൂ. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാള് നമുക്ക് വേണം. എനിക്കൊരു സ്ത്രീയെ അറിയാമല്ലോ. അവര് വിധവയാണ്. പക്ഷെ അവര് ചെയ്യുന്നത് പോലെ തൈർ കച്ചോടി ആരും തന്നെ ചെയ്യില്ല. അത് അത്രയ്ക്ക് രുചിയുള്ളതാണ്. അതാരെങ്കിലും കഴിച്ചാൽ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കടയില് അവരെ കൊണ്ട് തൈര് കച്ചോറി ഉണ്ടാക്കാൻ പറ്റുമോ? അവര് ഈ ഗ്രാമത്തിലാണുള്ളത്. അവർക്കൊരു മകനുമുണ്ട്. അവരിവിടെ വരാനായി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് തീർച്ചയായും അവർ നമുക്ക് ജോലി ചെയ്യും. ശരി, എന്നാ നീ അവരുടെ അടുത്ത് പറയൂ. നമുക്ക് വരുന്ന വരുമാനം നമുക്ക് പകുതി പകുതി ചെയ്തോളാം. പിന്നെ നമുക്ക് നോക്കാം. ശരി. അടുത്ത ദിവസം ഭവാനി അവരുടെ ഗ്രാമത്തിലേക്ക് പോയി സീതയെ കാണാൻ വേണ്ടി. അല്ല, നിങ്ങളോ? വരൂ വരൂ. നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഏറ്റതുപോലെ ഒരു ജോലിയുണ്ട്. ശരി ശരി, പറയൂ. നിങ്ങളുടെ തൈർ കച്ചോടിയെക്കുറിച്ച് ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ആലോചിച്ചു നഗരത്തിലുള്ള ഞങ്ങളുടെ കടയിൽ തൈർ കച്ചോരി ചെയ്തു വിൽക്കാമെന്ന്. എത്ര വരുമാനം വരുന്നോ അത് രണ്ടുപേരും പിരിക്കാം. ഹാ, വളരെ നല്ലത്. എനിക്ക് സമ്മതമാണ്. പക്ഷേ നഗരത്തിൽ ഞാൻ എവിടെ താമസിക്കും? അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മകനെയും കൊണ്ട് നഗരത്തിലേക്ക് വരൂ. ശരി. സീത തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഭവാനിയോടൊപ്പം നഗരത്തിലേക്ക് ചെന്നു. അവിടെ ഭവാനി സീതയ്ക്കായി ഒരു റൂം നൽകി. സീതയും അവളുടെ മകനും ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കടയിൽ കച്ചോരി ചെയ്യാനും വിൽക്കാനുമുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ കഴിഞ്ഞു. സീതയും അവളുടെ മകനും ചേർന്ന് കച്ചോരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭവാനി കൗണ്ടറിലിരുന്ന് കാശ് വാങ്ങിക്കും. ഒരു കസ്റ്റമർ തൈർ കച്ചോരി വാങ്ങി. എന്നിട്ടത് ടേസ്റ്റ് ചെയ്തു നോക്കി.
ചേച്ചി, ഈ തൈര് കച്ചോറി വളരെ നന്നായിട്ടുണ്ട്. അതെ അതെ, എനിക്കറിയാം. സീത ചെയ്യുന്ന തൈർ കച്ചോരി ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടമായിരുന്നു. ഒരു മാസത്തിന് ശേഷം ഭവാനി ലാഭം എണ്ണുകയായിരുന്നു. വന്ന വരുമാനത്തിൽ പാതി സീതയ്ക്ക് അവൾ നൽകി. വളരെ നന്ദി ചേച്ചി. ശരി. പാതി വരുമാനം വാങ്ങിയിട്ട് ഭവാനി അവളുടെ വീട്ടിലേക്ക് വന്നു. ഇതാ ഈ മാസത്തെ വരുമാനം. ഇത്രയും ലാഭവും കാശുണ്ടോ? കസ്റ്റമേഴ്സിനൊക്കെ സീതയുടെ കൈകൊണ്ട് ചെയ്ത ആ തൈർ കച്ചോരി ഒരുപാട് ഇഷ്ടമായി. നല്ല കാര്യം തന്നെ. സീതയും അവളുടെ മകനും രണ്ടുപേരും ചേർന്ന് തൈർ കച്ചോരി ചെയ്ത് വിറ്റുകൊണ്ടേയിരുന്നു. പിന്നെ ഭവാനി കൗണ്ടറിലിരുന്ന് കാശ് എണ്ണിക്കൊണ്ടേയിരുന്നു. എല്ലാ മാസവും ഭവാനി കിട്ടുന്നതിൽ പാതി ഷെയർ സീതയ്ക്ക് നൽകി. കുറെ മാസങ്ങൾ ഇതുപോലെ കടന്നുപോയി. ഒരു ദിവസം ജയന്തിലാലിന്റെ മനസ്സിൽ ഒരു ആലോചന തോന്നി. ദിവസങ്ങൾ പോകുന്തോറും നമ്മുടെ വരുമാനം അധികരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും ശരിയാണ്. പക്ഷെ അതിൽ വരുന്ന വരുമാനം നമുക്ക് പകുതിയിലേ വരുന്നുള്ളൂ. അതിലെന്ത് ചെയ്യാൻ പറ്റും? സീതയുടെ കൈകളിൽ അത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തൈർ കച്ചോരി ഇത്രയ്ക്കും വിൽക്കുന്നത്. നമ്മൾ എന്തിനാ സീതയ്ക്ക് പങ്കിന് പകരം ശമ്പളമായിട്ട് കൊടുത്തൂടെ? എന്നാ നമുക്ക് പങ്ക് ഇനിയും കുറെ കിട്ടുമല്ലോ. അതും ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഭവാനി സീതയെ കാണാനായി വന്നു. എന്തുപറ്റി ചേച്ചി? എന്താ പെട്ടെന്ന് ഇവിടെ? സീത, ഇപ്പോഴേക്ക് സാധനങ്ങളുടെ വില അധികമായിരിക്കുന്നു. നിനക്കറിയാമെന്ന് തോന്നുന്നു. ആ കട എന്തായാലും എന്റേതാണ്. പക്ഷെ എനിക്ക് വരുമാനം വളരെ കുറച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താണ് ഞാൻ ആലോചിക്കുന്നതെന്നാൽ നിനക്ക് ഞാൻ ദിവസവും ശമ്പളം തരാം. ദിവസവും 300 രൂപ. ചേച്ചി, പക്ഷെ നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്യാമെന്നല്ലേ സംസാരിച്ചത്? ഇപ്പൊ എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്കെന്തോ നിനക്ക് അത്യാഗ്രഹം വന്നെന്ന് തോന്നുന്നു. അത്യാഗ്രഹം വന്നത് എനിക്കല്ല, നിങ്ങൾക്കാണ് ചേച്ചി. ഇപ്പോൾ ടയർ കച്ചോരി അധികം വിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാശ് എടുക്കാൻ വേണ്ടി എനിക്ക് വളരെ കുറച്ച് കാശ് തരാൻ ആഗ്രഹിക്കുന്നു. എന്നോട് നീ എതിർത്ത് സംസാരിക്കുകയാണോ? എല്ലാം എന്റെ തെറ്റാണ്. നിന്നെ പാവം നോക്കി ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? താമസിക്കാൻ വീടും ജോലിയും ഒക്കെ നൽകിയില്ലേ? ഇതിൽ എന്റെ തെറ്റ് എന്താണുള്ളത്? ഞാൻ എനിക്ക് വരാനുള്ള കാശല്ലേ ചോദിച്ചത്. ദിവസവും ഞാനും എന്റെ മകനും കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. പാതി വരുമാനം ഞങ്ങളുടെ അവകാശമല്ലേ? ഇപ്പോ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോ. ഞാൻ വേറെ ആരെങ്കിലും ജോലിക്ക് വെച്ചോളാം. സീതയും ശ്യാമും അപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തുപോയി. അവർ നടന്ന് ഒരു പാർക്കിന്റെ അടുത്തെത്തി. സീത പാർക്കിന്റെ ബെഞ്ചിൽ കയറിയിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് പോയേ പറ്റൂ. അമ്മേ, നമുക്ക് സ്വന്തമായിട്ട് തൈര് കച്ചോറി കട വെച്ചൂടെ? നമ്മളടുത്ത് കുറച്ച് കാശുണ്ടല്ലോ. അതും ശരിയാണ്. പക്ഷെ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? നമുക്ക് നോക്കാം അമ്മേ. സീതയ്ക്കും ശ്യാമിനും ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടി. പിന്നെ ബാക്കിയുണ്ടായിരുന്ന കാശിൽ അവർ ചെറിയ ഒരു തള്ളുവണ്ടിയും വാങ്ങി. ആ തള്ളുവണ്ടിയിൽ അവർ തൈർ കച്ചോരി ചെയ്തു വിൽക്കാനും തുടങ്ങി. ഒരു തൈര് കച്ചോരി തരൂ. ഇപ്പൊ തന്നെ തരാം. സീതയുടെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. വന്നവരൊക്കെ ആ തൈർ കച്ചോരിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് പോയി. ചേച്ചി, നിങ്ങളുടെ തൈർ കച്ചോരി നല്ല ടേസ്റ്റ് ആണ്. വളരെ നന്ദി. ഞാൻ ദിവസവും കഴിക്കാൻ വരും. ശരി, തീർച്ചയായും വരൂ. ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് ഒരുപാട് വരുമാനം കിട്ടി. ഈ കാശ് ഭവാനി ചേച്ചി നൽകുന്ന പാതി വരുമാനത്തെക്കാളും വലുതാണ്. ഇത് മൊത്ത കാശ് നമുക്കാണമ്മേ. ഇതുപോലെ വരുമാനം കിട്ടിയാൽ നമ്മുടെ എല്ലാ കഷ്ടവും ശരിയാകും മോനെ. സീതയും ശ്യാമും ദിവസവും അവരുടെ തള്ളുവണ്ടിയിൽ തൈർ കച്ചോരി വിറ്റുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ തോറും അവരുടെ കസ്റ്റമേഴ്സ് അധികരിച്ചുകൊണ്ടേ വന്നു. സീതയും ശ്യാമും വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇതു കാരണം അവരുടെ വരുമാനം ഒരുപാട് അധികരിച്ചു. മറുവശത്ത് ഭവാനി അവരുടെ കടയിൽ വേറൊരു സ്ത്രീയെ ജോലിക്കായി വെച്ചു. ചേച്ചി, ഞാൻ പറയാന്ന് തെറ്റായി വിചാരിക്കരുത്. ഈ തൈര് കച്ചോറി സ്വാദേ ഇല്ലട്ടോ. കഴിക്കുന്നെങ്കിൽ കഴിക്ക, അല്ലെങ്കിൽ പോ. ഒരു വശത്ത് അവർ ചെയ്യുന്ന കച്ചോരിയും കൊള്ളത്തില്ല, മറ്റൊരു വശത്ത് അവർ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന രീതിയും കൊള്ളത്തില്ല. പിന്നെ ഇക്കാരണങ്ങൾ കൊണ്ട് അവരുടെ വ്യാപാരം തീരെ കുറഞ്ഞുപോയി. ഒരു മാസത്തിൽ തന്നെ കച്ചവടം തീരെ കുറഞ്ഞുപോയി. ഇപ്പോൾ ഭവാനിക്ക് വരുമാനം മാത്രമല്ല, ഇട്ട കാശ് പോലും തിരിച്ചു കിട്ടിയില്ല. ഈ മാസവും ഒരു വരുമാനവും വന്നില്ല. എനിക്കെന്താ തോന്നുവെച്ചാൽ നീ കച്ചോരി വ്യാപാരം പൂട്ടിക്കഴിയുന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത്.
ഞാൻ ആ കട വാടകയ്ക്ക് വിട്ടിട്ടെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാക്കാമായിരുന്നു. നിനക്ക് മനസ്സിലായോ? അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഭവാനിയുടെ തൈർ കച്ചോരി കട മൂടപ്പെട്ടു. മറുവശത്തെ സീതയും ശ്യാമും ഒരുപാട് കഷ്ടപ്പെട്ട് അവർ സ്വന്തമായി ഒരു കട ഓപ്പൺ ചെയ്തു. സീതയും ശ്യാമും കഷ്ടപ്പെട്ടത് വെറുതെയായില്ല. പിന്നെ അത്യാഗ്രഹിയായ ജയന്തിലാലിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അതിനുള്ള ശിക്ഷ ലഭിച്ചു. അവരുടെ തൈർ കച്ചോരി കട മൂടപ്പെട്ടു. ഇതിനാണ് പറയുന്നത് അത്യാഗ്രഹികൾക്ക് ഉള്ളതും നഷ്ടപ്പെടുമെന്ന്. ഒരുപക്ഷെ ജയന്തിലാലും ഭവാനിയും നേരായ രീതിയിൽ സീതയ്ക്ക് അവരുടെ പങ്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവരുടെ വരുമാനവും ഒരുപാട് അധികരിക്കുമായിരുന്നു. പക്ഷെ അത്യാഗ്രഹം കാരണം അവരെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട പാൽക്കാരൻ ഉണ്ടായിരുന്നു. അവനൊരു പശുവുണ്ട്. ആ പശുവിന്റെ പാല് വിറ്റാണ് അവൻ അവന്റെ കുടുംബം നോക്കുന്നത്. ഗോമാതാവേ, നിങ്ങൾ എഴുന്നേറ്റോ? പാൽക്കാരൻ തൊഴുത്തിൽ നിന്ന് വൈക്കോൽ കൊണ്ടുവന്ന് പശുവിന് കൊടുക്കും. പശുവും ഉറക്കെ വിളിക്കും. ഇതാ ഗോമാതാവേ, ആദ്യം നിങ്ങൾ കഴിക്കൂ, അതിനുശേഷം ഞാൻ പാൽ കറക്കാൻ വരാം. പാൽക്കാരൻ പശുവിന് വൈക്കോൽ കൊടുത്ത് അവിടെ നിന്ന് വീട്ടിൽ പോയി. പിന്നെ പശു വൈക്കോൽ കഴിച്ചുകൊണ്ടേയിരിക്കും. കുറച്ചു സമയം കഴിഞ്ഞ് പാൽക്കാരൻ ചെറിയ ബക്കറ്റ് എടുത്തുകൊണ്ട് പാൽ കറക്കാനായി പശുവിന്റെ അടുത്തേക്ക് വന്നു. പശു ആ വൈക്കോലൊക്കെ കഴിച്ചു. ഇപ്പൊ പാൽക്കാരൻ പാല് കറക്കാൻ തുടങ്ങി. പാല് കറന്നതിന് ശേഷം ആ പാലൊരു ക്യാനിൽ ഒഴിച്ചു. ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? ആ പറയൂ. ഞാൻ പാല് വിൽക്കാൻ ചന്തയിലേക്ക് പോകുക. വരുന്നതിനുള്ളിൽ ഭക്ഷണമുണ്ടാക്ക്. ആ ശരി, നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വരൂ. ഞാൻ അപ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കാം. പാലേ 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 പാലേ, പശുവിൻ പാൽ പശുവിൻ പാൽ പശുവിൻ പാൽ പശുവിൻ പാൽ, പാല് വാങ്ങുന്നില്ലേ പാല് വാങ്ങുന്നില്ലേ? ആ ചേട്ടാ, 1 ലിറ്ററിന് എത്രയാ? ചേട്ടാ, ലിറ്ററിന് 50 രൂപ. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ 40 രൂപയ്ക്ക് കൊടുക്കുന്നല്ലോ. നോക്കൂ ചേട്ടാ, ഞാൻ ഇപ്പോൾ കറന്ന് കൊണ്ടുവന്നതാ. നല്ല ഫ്രഷാ. ഞാനിതിൽ വെള്ളവും ഒഴിക്കാറില്ല, ഒരു തുള്ളി പോലും ഒഴിക്കാറില്ല. വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ. ആഹാ, ഉറപ്പായും കാണിക്കൂ. പാൽക്കാരൻ ആ കസ്റ്റമറുടെ കയ്യിൽ ഒരു തുള്ളി പാൽ ഒഴിച്ചു. കസ്റ്റമർ ആ പാല് ചെക്ക് ചെയ്തു. പിന്നെ അവരുടെ തലയാട്ടി. ആഹാ, പാല് നല്ല തിക്കും ഫ്രഷുമാണല്ലോ. എന്നാൽ നിങ്ങളുടെ വില കുറച്ച് കൂടുതലാ. അത് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ, നല്ല സാധനങ്ങൾക്ക് പണം തന്നേ പറ്റൂ. ആഹാ, ഉറപ്പായും ഇതാ 100 രൂപ. എനിക്ക് 2 ലിറ്റർ പാല് തരൂ. പാൽക്കാരൻ ആ കസ്റ്റമറിന്റെ പാത്രത്തിൽ 2 ലിറ്റർ പാലൊഴിച്ചു കൊടുത്തു. കസ്റ്റമർ ആ പാലെടുത്ത് തന്റെ വീട്ടിലേക്ക് പോയി. ഇതുപോലെ തന്നെ പാൽക്കാരൻ മറ്റുള്ളവർക്കും പാല് വിറ്റുകൊണ്ടിരുന്നു. പിന്നെ പാലൊക്കെ വിറ്റതിനു ശേഷം പാൽക്കാരൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. അവൻ വീട്ടിലേക്ക് വന്നെത്തിയതും അവന്റെ ഭാര്യ അവന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്നു. നിങ്ങൾ വേഗം കൈ കഴുകിയിട്ട് വരൂ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. പാൽക്കാരൻ കൈകാൽ കഴുകി കഴിക്കാനായി ഇരുന്നു. ഏട്ടാ, ഇപ്പൊ സാധനങ്ങളുടെ വിലയൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മൾ ഇനിയൊരു പശുവിനെ കൂടി വാങ്ങണം. അതുകൊണ്ട് നമ്മുടെ വരുമാനവും കൂടും. ശരി ശരി, നോക്കാം. ഞാൻ കുറച്ച് പണമുണ്ടാക്കി വെക്കാം. എന്തായാലും ഈ പശുവിന് വയസ്സായതല്ലേ? ആ അതെ, വയസ്സായി. അവൾ കാരണമാ നമ്മളിപ്പോൾ കഴിക്കുന്നത് തന്നെ. പക്ഷേ വരും കാലങ്ങളിൽ കഷ്ടമാകും. എന്തെന്നാൽ ഇപ്പൊ ഈ പശു പാല് കുറവായിട്ടാ തരുന്നത്. നീ ഒന്നോർത്തും വിഷമിക്കണ്ട. ഇത് നമുക്ക് ഭാഗ്യം കിട്ടിയ പശുവാണ്. നിനക്ക് ഓർമ്മയുണ്ടോ, ഇത് പശുവല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാ. ഇതിനെ ക്ഷേത്രത്തിന്റെ മുൻപിൽ വെച്ചാ നമുക്ക് കിട്ടിയത്. നോക്കൂ, ഇപ്പൊ ഈ പശു 2 ലിറ്റർ പാല് പോലും ശരിക്കും തരുന്നില്ല. അതെ അതെ, പാല് ചുരുത്തുന്നത് ഇപ്പോൾ കുറവാണ്. എന്നാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നിങ്ങൾ വിൽക്കൂ. എന്നാൽ ആരും പാവം ഈ പ്രായമായ പശുവിനെ വാങ്ങില്ല. ശരി, ഞാൻ ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ. വാങ്ങിയാൽ കൊള്ളാമായിരുന്നു. പാൽക്കാരൻ നാട്ടിൽ ചെന്ന് ഒരാളോട് ഇങ്ങനെ ചോദിച്ചു. ചേട്ടാ, ആർക്കെങ്കിലും പശുവിനെ വേണമെങ്കിൽ പറയണേ. എന്റെ പശുവിനെ ഞാൻ വിൽക്കാൻ പോകുക. എത്ര രൂപയ്ക്കാ വിൽക്കുന്നത്? എനിക്ക് ഒരു പശുവിനെ വേണം. നോക്കൂ, ഞാൻ കള്ളമൊന്നും പറയുന്നില്ല. എന്റെ പശുവിന് നല്ല പ്രായമായി, പാലും കുറച്ചേ ചുരുത്തുന്നുള്ളൂ. അതുകൊണ്ട് 1000 രൂപയ്ക്ക് ഞാൻ തരാം. ശരി, ഇതിനെ എനിക്ക് തന്നെ തരൂ. അയാൾ പാൽക്കാരന് ഒരു 1000 രൂപ കൊടുത്ത് ആ പശുവിനെ വാങ്ങിക്കൊണ്ടുപോയി.
പിന്നെ ആ പശുവിനെ കൊണ്ടുവന്ന് തന്റെ തൊഴുത്തിൽ കെട്ടിയിട്ടു. ഞാനും ഇപ്പോൾ പാല് വിറ്റ് പണം സമ്പാദിക്കാൻ പോകുക. അയാൾ പശുവിന് കഴിക്കാനായി വൈക്കോൽ എടുത്തു കൊണ്ടുവന്നു. വേഗം തിന്നു തീർക്ക്, എനിക്ക് പാല് കറക്കണം. പശു കഴിച്ചു കഴിഞ്ഞതും അയാൾ പാല് കറക്കാൻ തുടങ്ങി. ആ എന്താ ഇത് വെറും 1 ലിറ്റർ പാലേ തന്നുള്ളല്ലോ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ? അയാൾ പാലിൽ കുറച്ച് വെള്ളം കലർന്ന് അത് വിൽക്കാനായി മാർക്കറ്റിലേക്ക് പോയി. പാല് വാങ്ങൂ, പാല്, പാൽക്കാരൻ വന്നിരിക്കുന്നു. പാല് വാങ്ങൂ, പാല്, പാൽക്കാരൻ വന്നിരിക്കുന്നു. ചേട്ടാ 1 ലിറ്റർ പാല് തരൂ. അയാൾ കസ്റ്റമറിന് 1 ലിറ്റർ പാല് കൊടുത്തു. പാലൊക്കെ വിറ്റതിനു ശേഷം അയാൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വൈകുന്നേരം പാല് കറക്കാനായി പശുവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇത്തവണയും പശു 1 ലിറ്റർ പാല് മാത്രമേ കൊടുത്തുള്ളൂ. എന്താ ഇത്രയും പാലേ ഉള്ളൂ? ഇങ്ങനെയാണെങ്കിൽ ശരിയാകില്ല. അയാൾ പശുവിനെ വടി കൊണ്ടടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പാവം പശു ഉറക്കി കരഞ്ഞുകൊണ്ടേയിരുന്നു. പശുവിന്റെ ഈ ശബ്ദം കേട്ട് അതിലൂടെ പോകുന്ന പഴയ പാൽക്കാരൻ അവിടേക്ക് വന്നു. അവിടെ പുതിയ പാൽക്കാരൻ പശുവിനെ അടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഗോമാതാവിനെ നിങ്ങൾ അടിക്കുന്നു. എടോ, ഇത് എന്റെ പശുവാണ്. 1000 രൂപ തന്ന് ഞാൻ വാങ്ങിയതാ. പാല് തന്നില്ലെങ്കിൽ അടി വാങ്ങിയേ പറ്റൂ. അയ്യോ, ഇത് തെറ്റാണ്. ഇതെനിക്ക് നോക്കി നിൽക്കാനും പറ്റില്ല. ഇതാ നിങ്ങളുടെ 1000 രൂപ. എന്റെ പശുവിനെ തിരിച്ചു തരൂ. പാൽക്കാരൻ അയാൾക്ക് പൈസ കൊടുത്ത് ആ പശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഇവിടെ നോക്ക്, അയാൾ ഈ പശുവിനെ അടിച്ചടിച്ച് എങ്ങനെ ആക്കിയിരിക്കുന്നെന്ന് നോക്ക്. എങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് ഈ ലോകത്ത്. എന്ത് സംഭവിച്ചാലും ശരി, ഇനി ഇതിനെ വിൽക്കണ്ട. കഷ്ടകാലത്തിൽ ഈ പശു നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് പ്രായമായി. നമ്മൾ ഇതിനെ ആർക്കും വിൽക്കാനേ പാടില്ല. പാൽക്കാരൻ പശുവിന് വൈക്കോൽ കൊടുത്ത് അതിനെ കറക്കാൻ തുടങ്ങി. ആ പാല് രാത്രി ഒരു കലത്തിൽ വെച്ചു. അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ പാല് സ്വർണ്ണ തൈരായി മാറിയിരുന്നു. അത് കണ്ട് പാൽക്കാരൻ വളരെ സന്തോഷിച്ചു. അയ്യോ, കണ്ടോ, ഇത് സ്വർണ്ണ തൈരാണ്. അതെ ഏട്ടാ, ഇതാ ഗോമാതാവിന്റെ അനുഗ്രഹമാണ്. പാൽക്കാരൻ ആ കലമെടുത്ത് സ്വർണ്ണക്കടക്കാരന്റെ അടുത്തേക്ക് ചെന്നു. ഇതിന് എത്ര രൂപ കിട്ടും? ഞാനിതിന് 5000 രൂപ തരാം. താങ്കൾ തൈരെടുത്തോളൂ, എന്നാൽ ഈ കുടം തിരിച്ചു തരണം. സ്വർണ്ണക്കടക്കാരൻ ആ കലമെടുത്ത് 5000 രൂപയും പിന്നെ ആ കലവും അവന് തിരിച്ചു കൊടുത്തു. അന്നു മുതൽ പാൽക്കാരൻ പാല് കറന്നതും ആ കലത്തിനുള്ളിൽ വെക്കാനായി തുടങ്ങി. പിന്നെ അടുത്ത ദിവസം അതിൽ സ്വർണ്ണ തൈര് ഉണ്ടാകും. അത് വിറ്റ് പാൽക്കാരൻ വലിയ പണക്കാരനായി. പിന്നെ അവൻ ഒരുപാട് പശുക്കളെയും വാങ്ങി.